കേരളത്തിലെ BJP-യുടെ നേതാവ് 2021 സുരേന്ദ്രൻ പറഞ്ഞത് ഞങ്ങൾക്ക് 40 സീറ്റ് നേടാനായാൽ കേരളം ഞങ്ങൾ ഭരിക്കും എന്നാണ്. അന്ന് പൊതുവെ എല്ലാവരും പരിഹസിക്കുകയാണ് ചെയ്തത്. 5 കുഴപ്പമില്ല, 5 വ്യത്യാസമില്ല. അതായത് 35 സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ കേരളം ഭരിക്കും. അതാണ് അതിന്റെ സ്പിരിറ്റ്. അത് കണ്ടാൽ മതി. 35 സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ കേരളം ഭരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ 2021 എല്ലാവരും പരിഹസിക്കുക ചെയ്തത്. സത്യം പറഞ്ഞാൽ മറ്റത്തൂര് കാണിക്കുന്നത് അതിനുള്ള സാധ്യതയാണ്. കോൺഗ്രസിനെ ജയിപ്പിച്ചാൽ BJP-ക്ക് വളമാവുമെന്ന് ഞങ്ങൾ നേരത്തെ നിയമം സംബന്ധിച്ച് പറഞ്ഞു, പിന്നെ തൃശ്ശൂർ പറഞ്ഞു, ഇപ്പോഴും മറ്റത്തൂരും പറയുകയാണ്. മറ്റ് കേരളത്തിന്റെ വിവിധ വാർഡുകളിൽ ഞാൻ നേരത്തെ ആദ്യം തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ പരസ്പരം വോട്ട് കൈമാറ്റം നടത്തിയിട്ടുണ്ട്. അതുപോലെ തൃശ്ശൂർ ജില്ലയിലെ ചൊവ്വന്നൂരിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി LDF നിൽക്കുമ്പോഴാണ് അതിനെ പരാജയപ്പെടുത്താൻ SDPI-യുമായിട്ടും ചേർന്നത്. പത്തനംതിട്ട ജില്ലയിലെ കൊട്ടങ്ങൽ പഞ്ചായത്തിൽ SDPI പിന്തുണയോടെയാണ് UDF പ്രസിഡന്റായത്. ആലപ്പുഴ ജില്ലയിലെ വിയപുരം പഞ്ചായത്ത് പട്ടികജാതി വനിതാ സംവരണമായിരുന്നു. വിജയിച്ചത് LDF അംഗം പ്രസിഡന്റായി വരാതിരിക്കാൻ വേണ്ടി BJP ബഹിഷ്കരിച്ച് കോറം തികയാത്ത നിലയുണ്ടാക്കി. ഇതിനിങ്ങനെ ഓരോന്നോരോന്ന് ഞാൻ അതിന്റെ ഓരോ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇതിവിടെയുള്ള കേരളത്തിലുള്ള ഒരു പ്രവണതയായിട്ട് മാത്രം കാണേണ്ടതില്ല. RSS കോൺഗ്രസിനേക്കാൾ ശക്തമായ സംഘടനയാണെന്നും ദിഗ്വിജയ് സിംഗ് പ്രസ്താവന ഇവിടെ വരികയുണ്ടായി. അതിനെ വീണ്ടും ന്യായീകരിച്ചുകൊണ്ടുള്ള പ്രസ്താവനയും വന്നു. അതോടൊപ്പം തന്നെ ഈ മോദിയെ അനുകൂലിക്കുകയും നെഹ്റു കുടുംബവാഴ്ചയെ വിമർശിക്കുകയും ചെയ്ത ശശി തരൂരും കോൺഗ്രസിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അതിന്റെ രാഷ്ട്രീയം കോൺഗ്രസിലെ നേതൃവിഭാഗത്തിൽ പ്രവർത്തക സമിതി അംഗങ്ങളിൽ ഒരു സെറ്റ് ഇപ്പോഴും നരേന്ദ്രമോദിക്ക് വേണ്ടി BJP-ക്ക് വേണ്ടി RSS ആണ് കോൺഗ്രസിനേക്കാൾ എത്രയോ മെച്ചപ്പെട്ട സംഘടന എന്ന് പരസ്യമായിട്ട് പറയുന്ന തലത്തിലേക്ക് ഇവരെത്തിയിരിക്കുകയാണ്. LK അദ്വാനി കസേരയിൽ ഇരിക്കുന്നു. തറയിൽ ഇരിക്കുന്ന നരേന്ദ്രമോദിയെ ആ ഫോട്ടോ വെച്ചുകൊണ്ടാണ് RSS-ന്റെ എളിമ വ്യക്തമാക്കാൻ വേണ്ടി പോസ്റ്റ് ഇട്ടത്. അതാണ് ദിഗ്വിജയ് സിംഗിന് വളരെ ആവേശം തോന്നിയിട്ടുള്ള കാര്യം. നമുക്ക് എല്ലാവർക്കും അറിയാം, തറയിൽ ഇരുന്ന് വന്നിട്ടല്ല നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും BJP നേതാവുമായത്. ഗുജറാത്ത് കലാപം മുതലാണ്. ഗുജറാത്ത് കലാപം നയിച്ച് അവിടെ നിന്ന് മുഖ്യമന്ത്രിയായി. ആ കലാപം ഇന്ത്യയിലുടനീളം പടരുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഒത്താശയും ചെയ്തു നൽകി. അതിലൂടെ വർഗീയ ധ്രുവീകരണം നടത്തിക്കൊണ്ടാണ് നരേന്ദ്രമോദി ഇന്ത്യൻ പാർലമെന്റിലേക്കും ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനത്തേക്കും എത്തുന്നത്. അത് അറിയാത്ത ആളുകളല്ല കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ് ഉൾപ്പെടെ, അറിയുന്നവർ തന്നെയാണ്. പക്ഷെ അത് ബോധപൂർവം മറച്ചുവെക്കുകയാണ്.